സിബിചേട്ടന്റെ പടങ്ങളിൽ ഞാൻ അഭിനയിച്ചതിനേക്കാൾ കൂടുതൽ ഞാൻ മിസ് ചെയ്ത പടങ്ങളാണ്. പടങ്ങളുടെ പേര് പറഞ്ഞില്ല, കാരണം എന്നേക്കാൾ കഴിവുള്ള പലരും ആ സിനിമകളിൽ അഭിനയിച്ചത് വിജയിച്ചു കഴിയും, പറയേണ്ട കാര്യം. പക്ഷെ അഭിനയിക്കാനുള്ള ഭാഗ്യം കിട്ടിയത് 2 സിനിമയ്ക്കാണ്. പക്ഷെ എല്ലാവർക്കും അറിയാം ഭാരതം ഞാൻ അഭിനയിച്ചാണ്. പക്ഷെ ഓഗസ്റ്റ് 1 ഞാൻ അഭിനയിച്ച സിനിമയാണ്. അത്ര വലിയ പെർഫോമൻസിനുള്ള ഒരു സ്കോപ്പൊന്നുമില്ല. പക്ഷെ എനിക്ക് ഏറ്റവും വലിയ അത്ഭുതവും എന്താ പറയുക, അത് എങ്ങനെ തിരിച്ചത് ഒപ്പിച്ചെടുത്തു. കാരണം ഞാൻ സുഖങ്ങളൊന്നും സോമനങ്ങളൊന്നും അഭിനയിച്ചില്ല. എനിക്ക് സോമനെയും സുകുമാരനെ. പക്ഷെ സിനിമയിൽ എല്ലാവരും കേൾക്കാൻ തന്നെ വിളിക്കത്തില്ല, സുഖങ്ങളെയൊന്നും വിളിക്കത്തില്ല. നമ്മൾ വിളിക്കുന്ന എല്ലാവരും അവങ്ങളെയൊന്നും വിളിക്കാനാണ്. അപ്പം സുഖേട്ടാന്ന് വിളിക്കും, സോമേട്ടാന്ന് വിളിക്കും. സോമേട്ടന്റെ ബന്ധവും കൂടാ. അപ്പൊ സുഖങ്ങളുടെ ജോഡിയായിട്ടാണ് ഞാൻ അഭിനയിക്കുന്നത്. അമ്മ പറഞ്ഞത് ശരിയാവും, സുഖങ്ങളുടെ ജോഡിയായിട്ട് പെടുമ്പോൾ വലിച്ചാൽ ശരിയാവും. പക്ഷെ ശരിയാക്കി എടുത്തു. അപ്പൊ ലൊക്കേഷനിൽ ചെന്നപ്പോ എല്ലാവരും നമ്മുടെ മേക്കപ്പ്മാൻ അങ്ങനെയുള്ളൊരു അണിയറ പ്രവർത്തകർ കുറെ പേരുണ്ട്. അവരാണ് ഡിപ്പാർട്ട്മെന്റ്. അവര് പറഞ്ഞു ഒരുപാട് ചിരിക്കരുത്, ചിരിച്ചാൽ പക്വത പോകും. പിന്നെ എപ്പോഴെപ്പോഴും ഇങ്ങനെ കൈയൊക്കെ എടുത്ത് അതുപോലെ സംസാരിക്കരുത്, ഇങ്ങനെ ഗൗരവത്തിരിക്കണം. മന്ത്രിയുടെ ഭാര്യ അപ്പൊ ഇങ്ങനെ പുതച്ചിട്ട് ആരെങ്കിലും വരുമ്പോ ഇത്രയും ചിരിക്കാവോ? എനിക്ക് ജന്മത്ത് പറ്റാത്ത കാര്യം. അപ്പൊ അത് ആർട്ടിഫിഷ്യലായിട്ട് ഞാൻ വളരെ കൃത്യമായിട്ട് പറഞ്ഞു ചെയ്തതാണ്. പക്ഷെ അത് ഭയങ്കര സീരിയസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ആരും പറഞ്ഞില്ല. ഭാരതം എനിക്ക് എല്ലാം കൊണ്ടും ഒരുപാട് അനുഭവങ്ങൾ തന്നപ്പോഴോ ഇപ്പോഴാണ് എനിക്കത് അനുഭവം തോന്നുന്നത്, അപ്പോഴല്ല. ഒരേ സമയത്ത് ഞാൻ ഭാരതം, ജോബ് ഡ്യൂട്ടി, ജോബ് ഡ്യൂട്ടി, നമ്മൾ അവിടുന്ന് മഞ്ചേരി പോയത് എന്റെ പൊന്നിടം വരെ ഞാനും സുരേഷ് അഭിനയിച്ച സിനിമ. സുരേഷൊക്കെ വിളിക്കാമോ കേന്ദ്രമന്ത്രി? ഞാൻ പെട്ടെന്ന് നേരത്തെ ബാബു വിളിച്ചു. സുരേഷിന്റെ വീട്ടിൽ വിളിക്കുന്ന ബാബു എന്നാണ്. ഞാൻ എന്നെക്കാട്ടി ജൂനിയറായിട്ട് വന്ന എല്ലാവരെയും എന്റെ ഇടയിലാണെന്ന് സങ്കല്പിച്ചതാണ്. കുറെ ചീത്ത പറഞ്ഞിട്ടുണ്ട് എന്നെ, ഗുരുത്വമില്ലാതെ ഇങ്ങനെ പേര് വിളിക്കരുത് വെച്ചെന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഇപ്പൊ ഇത്രയും പരിചയപ്പെട്ട് ഇനി മാറ്റി വിളിക്കാനൊക്കെ തരുന്ന വിചാരിച്ചിട്ടാണ്. അപ്പോ ആ ഒരു സിനിമ. പിന്നെ ഇൻസ്പെക്ടർ കണ്ണൂർ ബഷീറിന്റെ പടം ശക്തിയിലാണ്. അപ്പം തിരിച്ചായിട്ട് ഇൻസ്പെക്ടർ ബലറാം അറിയാം, ഭരതവും ഉണ്ട്. അപ്പൊ ശശിയായിട്ട് തിരിച്ചായിട്ട് സംസാരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാം, കുഴപ്പമില്ല. ജോബ് ഡ്യൂട്ടി അവിടെ തന്നെ വെച്ച് നിർബന്ധമായിട്ട് ഷൂട്ടിംഗ് വെച്ച് അവിടെ തന്നെ വെച്ചു. അപ്പൊ പിന്നെ വീട്ടിൽ നിന്ന് പറഞ്ഞാൽ അങ്ങനെ ഓടാൻ പറ്റത്തില്ല, കാരണം അമ്മൊക്കെ പറയുന്നതാണ് ശരി പടല്ലേ, അവക്കടെ അവിടെ കൊടുത്തു പോയി. അങ്ങനെ ആ സിനിമ കട്ട് ചെയ്തു. ഷൂട്ടിംഗ് തുടങ്ങുന്നതിന്റെ ഫസ്റ്റ് ഡേ എന്റെ ജീവിതത്തെ അപൂർവ എക്സ്പീരിയൻസ് ആണ്. എല്ലാം റെഡിയായി പുറത്തു വന്നപ്പോൾ കേൾക്കുന്നത് ഞാനായിട്ട് താഴെ ഇറങ്ങി വന്നു. മഹാറാണി ഹോട്ടലിൽ പക്ഷേ ഞാനൊരു KPS വിളിച്ചു രണ്ടുപേരുടെ ഷൂട്ടിങ്ങിന് ഇറങ്ങുന്നത്. ഡയറക്ടർ പത്മരാജ് പപ്പേട്ടൻ പോയി. അവിടെ ഒരു ഹോട്ടലിലാണ്. നമുക്ക് ജസ്റ്റ് ഒന്ന് പോയി നോക്കിയിട്ടില്ല, എന്തോ ഒരു വല്ലാതായി. അങ്ങനെ ഞങ്ങൾ അവിടെ പോകുന്നു. അപ്പോൾ ഒരു ഈ അസ്വാഭാവിക മരണമായതുകൊണ്ടാണ് പ്രൊസീജിയേഴ്സിന് വേണ്ടി ആ പൊസിഷനിൽ തന്നെ കിടത്തിയിരിക്കുകയാണ്. വല്ലാത്തൊരവസ്ഥ. ഞാൻ എൻ്റെ കുഞ്ഞിനെ പല പപ്പകളെ വിളിച്ചിരുന്ന ആളാണ്. എൻ്റെ അമ്മയുടെ സീനിയർ ആയിരുന്നു ആകാശവാണി. അതെന്തോ വല്ലാത്തൊരു കാഴ്ചയായി. അത് കഴിഞ്ഞ് അണിയറയിൽ ഒരു കഥ മുഴുവൻ മാറി, തിരക്കഥ മുഴുവൻ മാറി. പിറ്റേന്ന് രാവിലെ മുതൽ പുതിയൊരു കഥ ഉണ്ടാകുമെന്നുള്ള വിവരം ഞങ്ങൾ അറിയുന്നില്ല. സുജന പറഞ്ഞു ഉറച്ചു പൊക്കോളൂ, അവിടെ പോയി കണ്ണൂർ പോയി വർക്ക് ചെയ്തോളൂ. ഞാൻ പറഞ്ഞു വലിയ സന്തോഷം, എന്തൊരു ഉദാര മനസ്സിലുള്ള ഡയറക്ടർ. ഞാൻ വീട്ടിൽ വിളിച്ചവർ അമ്മ സെക്ഷനും പറഞ്ഞു പൊക്കോളാൻ പറഞ്ഞത്. ഇതൊന്നും എന്നോട് പറയുന്നില്ല. അതിനുള്ള പ്രായം അനുഭവം ഒന്നില്ല, എന്നെ കണക്കാക്കുകയും വേണ്ട. നേരെ ഞാൻ പോയി സമ്മോദനായിട്ട് വർക്ക് ചെയ്തു. രണ്ടാമത്തെ മൂന്നാമത്തെ ദിവസം വരുമ്പോ ഞാൻ കുറെ കഴിഞ്ഞ ആ കാര്യം വരുന്നത് അത്ഭുതം എന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ അത്ര സന്ദർഭങ്ങളിൽ ടെൻഷൻ ആവേണ്ട 4 വ്യക്തികൾ, ഡയറക്ടർ, അതിനേക്കാൾ ഏറെ പ്രൊഡ്യൂസർ, പിന്നെ അന്ന് ഡിസ്ട്രിബ്യൂട്ടർ ആ സമയത്ത് തന്നെ എല്ലാ കാര്യങ്ങളും സജീവമായി ഉണ്ടായിരുന്നുകൊണ്ട് അദ്ദേഹം, പിന്നെ തിരക്കഥാകൃത്ത്, എഴുത്തുകാരൻ, ലോകിയേട്ടനും സിരിച്ചേട്ടന്റെയും ജ്ഞാനേട്ടന്റെയും സെവനാഴ്സ് മോഹൻചേട്ടന്റെയും വിജയകുമാർ. മുഖത്ത് യാതൊരു ടെൻഷനും ഇല്ല.
ഉല്ലാസവാന്മാരായിട്ടാണ് അവർ കാണപ്പെടുന്നത്. എനിക്കൊന്നും വിശ്വാസമില്ല. ഞാൻ എഴുതി ഇത് ചുമ്മാ പറയുവാണോ, എന്തോ ഒരു സംഭവമാണ്. അവരെല്ലാം നല്ല ചിരിച്ച് തമാശ പറഞ്ഞ് നടക്കുന്നു. ഇത്രയും അപ്സെറ്റായി